അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോടൊരു നിയോഗം പറഞ്ഞു. ഇന്നത്തെ മെസ്സേജിൽ ഞാൻ ഓൾറെഡി എടുത്ത ടോപ്പിക്കും അത് തന്നെയായിരുന്നു, നമ്മുടെ ഗ്രീറ്റിങ്സിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി. അപ്പം ഞാനത് മെസ്സേജ് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എല്ലാം ഇന്നത്തെ പാട്ടുകൾ, അത് ഇംഗ്ലീഷിൽ പാടിയ പാട്ടുകൾ, പ്രീ സിസ്റ്റർ കൂടെ പറഞ്ഞ മെസ്സേജ് എല്ലാം ഞാൻ ഈ ദൈവം തന്ന വചനം പറയുമ്പോൾ നിങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പരിശുദ്ധാത്മാവ് തന്ന മെസ്സേജാണ്. ആരംഭത്തിൽ തന്നെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അക്സ പീറ്റേഴ്സൺ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പീറ്റേഴ്സൺ മാത്യു. അദ്ദേഹം അറ്റ്ലാന്റയിലുള്ള തമ്പി മാത്യുവിൻ്റെ രണ്ടാമത്തെ മകനാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ലേക്ക്ലൻഡ് IPC എബനേസർ IPC ചർച്ചിലാണ്. ഇവിടുത്തെ ഫോർമർ പാസ്റ്ററായിരുന്ന പാസ്റ്റർ തോമസ് വി കോശിയാണ് ഞങ്ങളുടെ പാസ്റ്റർ. പ്രത്യേകം എന്നോട് പറഞ്ഞു ഇവിടെയുള്ള എല്ലാ ദൈവജനങ്ങളോടും പാസ്റ്ററുകളുടെയും ആൻറ്റിയുടെയും വന്ദനം പറയണമെന്ന്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ പാസ്റ്റർ തോമസ് വി കോശിയുടെയും വൈഫിൻ്റെയും പ്രത്യേകം നന്ദിയും സ്നേഹവന്ദനത്തെയും നിങ്ങൾ അറിയിക്കുന്നു. ഈ ഇവിടുത്തെ IC ചർച്ചിലുള്ള പല മെമ്പേഴ്സും ഇപ്പം ഞങ്ങളുടെ ചർച്ചിലുണ്ട്. സെബാസ്റ്റ്യൻ എൻ്റെ ആൻറ്റി, അങ്ങനെയുള്ള എല്ലാവരുടെയും ഗ്രീറ്റിംഗ്സ് നിങ്ങളെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ ദാസന്മാർ, നിങ്ങളോടുമുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ വചനത്തിന് ചിന്തയ്ക്കായി നമ്മൾക്കൊരു വചനം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വചനം ഞാൻ വായിക്കാം. വായിച്ചോ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. So who is the blessed one? The one who believes that God will fulfill what he has spoken. ഇന്നിവിടെ വന്ന് എത്ര പേർക്ക് കൈയുയർത്തി പറയാം, ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചാൽ നിങ്ങൾ ഭാഗ്യവതികളാണ്. നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്ന് നിങ്ങൾ ഓർത്തിപ്പോൾ ചിലപ്പോൾ നെടുവീർപ്പിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒന്നും നിവൃത്തിയാവുന്നില്ല. എന്നാൽ കർത്താവ് പറയുക, വിശ്വസിച്ചാൽ തന്നെ അത് ബ്ലെസ്സിങ്ങാണ്. സോ കർത്താവ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ ഇവിടുത്തെ സിസ്റ്റർ ടോപ്പിക്ക് പറഞ്ഞിരുന്നു. എനിക്ക് ദൈവാത്മാവ് ഈ വചനം കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഞാൻ ഈ ഞായറാഴ്ച വരെ ദൈവത്തിൻ്റെ ഉപവാസമായിരുന്നു ഈ മീറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ ഒരു ദൂത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്നു ഇവിടെ പറയാൻ. അപ്പോൾ ആ പറയാൻ വന്ന ദൂതിൽ ഈ വചനമാണ് എന്നോട് ഇടപെട്ടത്. ഇനി ഞാനിവിടെ 3 മാതാക്കളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഓൾറെഡി ഒരു മാതാവിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നമ്മുടെ സിസ്റ്റർ സൂചിപ്പിച്ചു പോയി, ജോക്കേബേദ്. ഓക്കെ, ഇനി ബാക്കി 2 പേരെയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മേരിയും എലിസബത്തും തമ്മിലുള്ള കണ്ടുമുട്ടലിൻ്റെ സമയത്ത് എലിസബത്ത് മേരിയോട് പറയുന്നൊരു വാക്കാണ്, കർത്താവ് തന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 2 അമ്മമാരാണ്. ഒന്ന്, ഷീസ് ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 18 or 20 years പ്രായമുള്ള ഒരു യങ് മദറാ. ഓക്കെ, ഒരു ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. ജസ്റ്റ് റിസീവ്ഡ് ഹെർ പർപ്പസ്. ജസ്റ്റ് റിസീവ്ഡ് ദ പർപ്പസ്. ഇനി വേറൊരു മാതാവിനെ നമ്മൾ കാണുക, പർപ്പസ് റിസീവ് ചെയ്തിട്ട് 6 months ആയി. വേറൊരു മാതാവിനെ കാണുക, ജോക്കേബേദ്, പർപ്പസ് പുറത്ത് വന്നു. ഓക്കെ, ഇനി ഈ മാതാക്കൾ 3 പേരും ചെയ്ത ചില കാര്യങ്ങളാണ് ഇന്നിവിടെയുള്ള സഹോദരിമാരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മേരിയെ അറിയാം, എലിസബത്തിനെ അറിയാം, ജോക്കേബേദിനെ അറിയാം. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം, നിങ്ങളിലുമുള്ള ദൈവിക പർപ്പസിന് വേണ്ടി നമ്മളിങ്ങനെ ഇരുന്നാൽ പോരാ, ചിലത് ചെയ്യാൻ തയ്യാറാവണം. ഇവിടെ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ചൊരു പാഠം, ദൈവാത്മാവ് സെക്കരിയാവിനോട് വന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. വാഗ്ദത്തമൊക്കെ കൊടുത്തു. വാഗ്ദത്തം കൊടുത്തപ്പോൾ തന്നെ എന്തോ സംഭവിച്ചു, സെക്കരിയാവിന് മിണ്ടുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, ബിക്കോസ് ഓഫ് ഹിസ് അൺബിലീഫ്. എന്നാൽ ഈ സെക്കരിയാവ് ഭവനത്തിലേക്ക് മടങ്ങി വന്നിട്ട്, ഞാൻ വിശ്വസിക്കുന്നു, എഴുതി കാണിച്ചു ഭാര്യയോട്, എൻ്റെ അടുക്കൽ ദൂതൻ വന്ന് ഇങ്ങനൊരു ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ എന്തുവാ ചിന്തിക്കുന്നത്? She was ready to accept. വിശ്വസിച്ചു, ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ഏറ്റെടുത്തു. ആ ഏറ്റെടുത്തതിൻ്റെ ഉള്ള തെളിവാണ് 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഷീ റിസീവ്ഡ്. എലിസബത്ത് ആ വാഗ്ദത്തത്തെ പിടിച്ചെടുത്തു, പർപ്പസിനെ. 2, നമ്മൾ മേരിയെ കാണുക.
6 മാസം കഴിഞ്ഞപ്പോൾ മേരിയുടെ അടുക്കൽ ഒരു ദൂതൻ വന്നിട്ട് പറയുക, കൃപ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചവൾ അവളോട് പറയുക, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, നിന്റെ ഉള്ളിൽ നിന്നൊരു മകൻ പുറത്തു വരും. ആ മകൻ ഒരു വലിയ പർപ്പസിന് വേണ്ടിയുള്ളയാളാണ്. എന്നാൽ ഈ മറിയ ഏറ്റെടുത്ത രീതി എങ്ങനെയാ? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ 2 പേരും ഏറ്റെടുത്ത വാക്തത്തിന് ഇനി അവരെടുത്ത സ്റ്റെപ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിനോട് നിങ്ങളോട് സംസാരിക്കുവാനുള്ളത്? എലിസബത്ത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് എലിസബത്ത് ചെയ്ത ഒരു കാര്യം എന്നെ പരിശുദ്ധാത്മാവ് ഡെപ്തി കൊണ്ട് പഠിപ്പിക്കുവാനിടയായി തീർന്നു. പഠിപ്പിച്ച കാര്യം എങ്ങനെയാ? അതിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നു, 5 മാസം ഒളിച്ചു പാർത്തു. എന്തോ ചെയ്തു? ഒളിച്ചു പാർത്തു. പലപ്പോഴും നമുക്ക് പറ്റാത്തൊരു കാര്യം. ഇവിടെയുള്ള ഓൾഡർ അമ്മച്ചിമാരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. എലിസബത്തിന് കൂടിപ്പോയാൽ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് മാക്സിമം 85 ഇയേഴ്സ് എന്ന് ഞാനങ്ങ് ചിന്തിക്കുക. 70 to 85 ഇയേഴ്സ്. മേരിക്ക് 18 to 20 ഇയേഴ്സ്. സോ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 3 മാതാക്കളെയാണ്. യങ്ങർ മദർ, ലൈക്ക് 18, 20, 25 ഉള്ള മദർ. യോക്കെബേദ് ഒരു ഓൾമോസ്റ്റ് 30 to 50 ഇയേഴ്സ് എന്ന് ഓർത്തു, മിഡിൽ ഏജാ. എന്നാൽ എലിസബത്തോ വാർദ്ധക്യം. ഈ 3 മാതാക്കളോട് ദൈവം പറഞ്ഞ പ്രോമിസുകളെ, അവർ ചെയ്ത കാര്യങ്ങൾ, ഈ 3 പേരിലുള്ള വാഗ്ദത്തത്തെ കേട്ടിട്ട് വെറുതെ ഇരിക്കുമല്ലായിരുന്നു. അവരൊരു സ്റ്റെപ്പ് എടുത്തു. ആദ്യം എലിസബത്ത് എടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഒളിച്ചു പാർക്കാൻ തീരുമാനിച്ചു. നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറുപടിയാ ഫോൺ എടുത്ത് വിളിച്ച് പറയും, എൻ്റെ വാഗ്ദത്തം എത്തി, എനിക്ക് ആൻസർ കിട്ടി. വാഗ്ദത്തത്തെ കണ്ടോ? കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. ആദ്യത്തെ പരിശുദ്ധാത്മാവ് തരുന്ന വാണിംഗ്, നിനക്ക് ദൈവം തരുന്ന പർപ്പസിനെയും വാഗ്ദത്തത്തെ നീ ഒളിപ്പിച്ചു വെക്കണം അല്പകാലം. ഈ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ള വാക്ക് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ യോക്കെബേദും അത് തന്നെ ചെയ്ത്. തൻ്റെ തലമുറ പുറത്തു വന്നപ്പോൾ അവൾ കണ്ടു ശിശു സുന്ദരനെന്ന്. സംതിങ് സ്പെഷ്യൽ അബൌട്ട് ഹെർ ചൈൽഡ്. അവൾ ഒരു തീരുമാനമെടുക്കുക, മറ്റുള്ള മാതാക്കളുടെ തലമുറയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയണ്ട, എൻ്റെ അടുത്തുള്ള കൊച്ചു എന്തിനു പറ്റിയെന്ന് എനിക്കറിയണ്ട, പക്ഷെ ഞാനൊരു സ്റ്റെപ്പ് എടുക്കുക. മൈ ചൈൽഡ് ഹാസ് എ പർപ്പസ്. അതുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എന്തുവാ ഈ ഒളിപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്റെ വാഗ്ദത്തവുമായി മുറിക്കകത്ത് കയറി കഥകടച്ച് അതിൻ്റെ ഫുൾഫിൽമെന്റ് കാണുന്നിടം വരെ ദൈവസന്നിധിയിൽ തീരുമാനത്തോടും പ്രതിഷ്ഠയോടും താഴ്മയോടും കൂടെ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് പറയുക, അടുത്ത പർപ്പസിന് വേണ്ടിയുള്ള അടുത്ത തലമുറ പുറത്തു വരും. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത്, മാതാക്കൾക്ക് തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തമുണ്ട്, ബൈബിളിന്റെ പുറകിൽ എഴുതിയിട്ടിട്ടുണ്ട്, പ്രവാചകന്റെ പേരുൾപ്പെടെ ഡേറ്റ് ഉൾപ്പെടെ എഴുതിയിട്ടിട്ടുണ്ട്. എന്നാൽ എത്ര പേർ നിങ്ങളുടെ വാഗ്ദത്തത്തെ ഒളിപ്പിച്ചു വെച്ച് സമർപ്പണത്തോടെ ഹല്ലേലൂയ പ്രാർത്ഥന അന്തരീക്ഷത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഇനി അടുത്തൊരു മദറിനെ നമുക്ക് കാണാം, മേരി. എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച കാര്യം ഇതാ. ഞാൻ മേരിയുടെ സ്ഥാനത്ത് കുറച്ച് നേരം നിന്ന് ഈ വചനം ധ്യാനിക്കാൻ നേരത്ത് ഞാൻ ഓർത്തു, ദൈവമേ, കല്യാണപ്രായം എത്തിയ കൊച്ച്, ഭയങ്കര ഡ്രീംസാ. എന്താ ഇടേണ്ടത്, ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യണം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മേരിയുടെ അടുക്കലേക്ക് പറയുക, മോളെ, നിന്റെ പ്ലാന് കല്യാണമൊക്കെ കഴിച്ച് ഒരു കാർപ്പൻ്ററിൻ്റെ വൈഫൊക്കെ ആയിട്ടിരിക്കാനാ. എന്നാൽ കാർപ്പൻ്ററിൻ്റെ വൈഫിനെ മാറ്റി ആരാക്കാൻ പോവാ? സേവ്യർ, രക്ഷിതാവിൻ്റെ അമ്മയാക്കാൻ പോവാ. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പ്ലാനുകളിൽ വെറും കാർപ്പൻ്ററിൻ്റെ ഭാര്യയായും ഒതുങ്ങിയിരിക്കാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ചൊരു പ്ലാൻ പറയുക. വെറുതെ ഇരിക്കരുത്. നിന്റെ മേലുള്ള പർപ്പസ് നീ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറയാ. ദൈവത്തിൻ്റെ പർപ്പസ് ഏറ്റെടുക്കാൻ ഇന്ന് എത്ര മാതാക്കൾ ഇവിടെ തയ്യാറാ? വെറുതെ ഇരിക്കരുതേ. എന്നെ ഒരു വെറും കൊച്ചു വൈതലായിട്ടോ ആരുമായിട്ട് കാണണ്ട. നിങ്ങൾ കർത്താവിൻ്റെ മെസ്സഞ്ചറായിട്ട് എന്നെ കണ്ടാൽ മതി. ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യം, ഞാൻ വെറും തവിയാണ്. ദൈവാത്മാവ് ഒരു പ്രാവശ്യം എനിക്ക് തന്നൊരു വെളിപ്പാടാണ്. ശുശ്രൂഷിക്കാൻ തുടങ്ങിയ കാലത്ത് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് വലിയ കഴിവോ സാമർഥ്യമോ ഒന്നുമില്ല, അമേരിക്കയിലൊന്നും വന്ന് പ്രസംഗിക്കാനുള്ള കഴിവില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ശബ്ദമായാൽ മതി, ഞാൻ നിന്നെ ഉപയോഗിച്ചോളാം. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു വെളിപ്പാട് തന്നു. ആ വെളിപ്പാട് ഇങ്ങനെയായിരുന്നു, ഒരു വലിയ ഫീസ്റ്റ് നടക്കുകയാണ്. ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു ടേബിളെ, കുറേ പേര് കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ കർത്താവിനോട് പറയാ, ഇവിടെ എല്ലാം ഉണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാം ഉണ്ട് കർത്താവേ, എന്നെ കാണിക്കുക. പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പാടി കാണിക്കുക. എല്ലാം ഉണ്ട്, ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, പ്ലേറ്റിന് പ്ലേറ്റ് ഉണ്ട്, വെള്ളം കുടിക്കാൻ ഗ്ലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. കർത്താവ് പറഞ്ഞു, ഇവിടെ ഒരു കുറവുണ്ട്, നിനക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? കഴിക്കാൻ ആൾക്കാരും വന്നിരിപ്പുണ്ട്, വിളമ്പാനും ആളുണ്ട്. കർത്താവ്, ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്നും കുറവ് തോന്നില്ല. കർത്താവ് പറയാം, എനിക്ക് വിളമ്പാൻ തവിയില്ലാത്തൊരവസ്ഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി ഒരു ഡൈനിങ് ടേബിളിൽ.
കർത്താവ് പറയും, നീ എൻ്റെ കയ്യിലൊരു തവിയായി ഒതുങ്ങി തന്നാൽ മതി, ഞാൻ നിന്നെ എടുത്തോളാം. വിളമ്പേണ്ടത് എന്തെന്ന് കറക്റ്റ് സമയത്ത് വിളമ്പി കൊടുത്താൽ മതി. അതുകൊണ്ട് തവിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, വിളമ്പി തരുന്നത് കർത്താവാ. തവിയെ നോക്കി നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്, തവിയിൽ നിന്നൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ വചനം ഞാൻ പറയുകയാ. അത് തന്നെ പ്രിയ മോളും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരു മോശയെ വാർത്തെടുത്ത ജോക്കേബേദ്. പലരും യോക്കേബേദിനെ മറന്നു പോകാറുണ്ട്. എന്നാൽ മോശ പറയും, എൻ്റെ അമ്മ എന്നെ ഒളിപ്പിച്ചു വെച്ചതും കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. എത്ര മാതാക്കൾക്ക് തയ്യാറാ എൻ്റെ തലമുറയെ ഞാനൊന്ന് ഒളിപ്പിക്കാൻ തീരുമാനിക്കുക? എന്തോ ഒളിപ്പിക്കുക? റൂമിനകത്ത് അടച്ച് ലോക്ക് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം, പുറത്ത് വിടരുന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ തലമുറയുടെ മേൽ ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാ. വെറും ഒരു പ്രാർത്ഥനയല്ല ദൈവമക്കളെ, ആത്മാവിലുള്ള പ്രാർത്ഥന, ശത്രു കാണാതിരിക്കാനുള്ള പ്രാർത്ഥന, യേശുവിൻ്റെ രക്തത്താൽ മറച്ചുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. വാക്തത്വം നിവർത്തി തലമുറയിൽ കാണുന്നിടം വരെയുള്ള പ്രാർത്ഥന. ഈ 3 മദേഴ്സിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. മേരി ജസ്റ്റ് റിസീവ്ഡ് ഹെർ പർപ്പസ്. ആ പർപ്പസ് കിട്ടിയപ്പോൾ തന്നെ മേരി ചെയ്തൊരു കാര്യമുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അതിന് 39ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിലേക്ക്. പക്ഷേ ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചപ്പോൾ അറ്റ് ദാറ്റ് ടൈം എന്ന് എഴുതിയേക്കുന്നത്. ഏത് സമയം? ദൂത് കേട്ട സമയം. ആ സമയത്ത് മേരി എഴുന്നേറ്റ് പോവാ. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? എലിസബത്ത്. ഞാൻ ഓർക്കുക, എന്തിനാ പോയെ? ജസ്റ്റ് ഞാനായിരുന്നെങ്കിൽ ദൂത് കേട്ട ഉടനെ എൻ്റെ പപ്പാടെയും മമ്മിയുടെയും അടുത്തുള്ള എല്ലാവരുടെ അടുക്ക ചെന്ന് പറയും. അതും മേരിക്ക് കിട്ടിയ വാക്തത്വം പോലെ ആർക്കാ വലിയ വാക്തത്വം കിട്ടിയിരിക്കുന്നത്? ആരാ വരാൻ പോകുന്നത്? സർവശക്തനായ ദൈവം താണ ഭൂമിയിലേക്ക് വലിയൊരു പർപ്പസായി മേരിയുടെ ഉദരത്തിൽ ഉരുവാകുകയാ. നമ്മൾ ആരെങ്കിലും ഈ പർപ്പസ് മൂടി വെക്കുവോ? നമ്മൾ പറഞ്ഞേനെ, കണ്ടോ, നിന്ദിക്കപ്പെട്ടവരുടെ മുമ്പിൽ, ദുഷിക്കപ്പെട്ടവരുടെ മുമ്പിൽ എന്നെ എൻ്റെ കർത്താവ് മാനിച്ചു. എന്നാൽ മേരിക്ക് 18ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 20ാമത്തെ വയസ്സിൽ പക്വതയുണ്ടായിരുന്നു. ഷി ഹാഡ് ദ ഡിസേൺമെന്റ്. ആരോട്, എപ്പോൾ, എങ്ങനെ, ഏത് രീതി പറയണം. അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വീട്ടുകാരോട് എനിക്കിപ്പോൾ ഇത് പറയാൻ പറ്റത്തില്ല, അപ്പൻ്റെ അമ്മയുടെ കൂടെയാണ് അവൾ താമസിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞാൽ എന്തോ സംഭവിക്കും. അവരാദ്യം വിളിച്ച് യോസഫുമായിട്ടുള്ള കല്യാണം അങ്ങ് മാറ്റി വെക്കും, ഇല്ലേ? പേരുദോഷമുള്ളൊരു കൊച്ചിനെ അവക്കറിയാം, ഇതിപ്പോൾ ആരോടും പറയണ്ട. അതുകൊണ്ടാണ് ഗബ്രിയേൽ മറിയയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞേ, നിന്റെ ചാർച്ചക്കാരിക്ക് വിശേഷം ഉണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? അവൾക്ക് മനസ്സിലായി, ഇത് ആത്മമണ്ഡലത്തിൽ അവൾ കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? അടുത്ത വാക്തത്വം പ്രാപിച്ചെടുത്ത ഒരു അമ്മയുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആരുടെ അടുക്ക പോകുന്ന? ഏറ്റവും ബെസ്റ്റ് ആരുടെ അടുക്ക പോകുന്ന? വാക്തത്വം പ്രാപിച്ചെടുത്ത, വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്ത് വാക്തത്വം പ്രാപിച്ചെടുത്ത, നീതിമാനായി ജീവിച്ച സെക്കരിയാവിൻ്റെ എലിസബത്തിന്റെ അടുക്കിലേക്ക് പോകുന്നതാ ഈ സമയത്ത് നല്ലത്. യങ് പീപ്പിളിനോട് ഞാനൊരു ദൂത് പറയാം. ദർ ഈസ് നോ ജനറേഷൻ ഗ്യാപ്പ് ഇൻ ദ ബൈബിൾ. ലോകപരമായി ആൾക്കാർ പറയും ദർ ഇസ് എ ജനറേഷൻ ഗ്യാപ്പ്. അമ്മച്ചിമാരോടൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ പ്രശ്നം അവരോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവരോട് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ വചനം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഇന്ന് കുറേ യങ് പീപ്പിളിനോട് സംസാരിക്കും. അവർ പറഞ്ഞ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് അസ്. അവർക്ക് ഞങ്ങളെ മനസ്സിലാക്കാം. എൻ്റെ മമ്മിക്ക് എന്നെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അമ്മച്ചിയോടോ, അവരൊക്കെ മലയാളി പെന്തക്കോസ്, അവരോടൊന്നും നമ്മുടെ പ്രശ്നം പറയാൻ പറ്റത്തില്ല. പക്ഷെ മക്കളെ, നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്, ബൈബിളിൽ ഒരു ജനറേഷൻ ഗ്യാപ്പ് കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ മോശയുടെ കൂടെ നിന്ന് ആരാന്നറിയോ? കാലേബും യോശുവയും. മോശയുടെ സെയിം ഏജ് ആണോ? ആണോ? അല്ല. ഏലിയുടെ കൂടെ നിന്നതാരാ? ശമൂവേൽ. എത്ര ഗ്യാപ്പുണ്ട്? ഗ്യാപ്പുണ്ടോ? ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒത്തിരി ജനറേഷൻ ഗ്യാപ്പ് കാണാം. പക്ഷേ ആ യൂത്തിന് ഒരു തീരുമാനമെടുത്തു. കാലേബ് യോശുവൻ തീരുമാനം എടുക്കാം, ഞങ്ങൾ മോശയുടെ കൂടെ നിൽക്കാൻ പോവാ. മോശ, നീ പറയുന്നൊക്കെ പൊട്ടത്തെറ്റാ, ഇതൊക്കെ എന്തോന്ന് പഠിപ്പീര, ഇങ്ങനെയൊക്കെ ഉണ്ടോ വചനത്തിൽ? ആത്മാവി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഉണ്ടോ? യങ് ജനറേഷൻ, ഐ എം ടോക്കിംഗ് ടു യു. സ്റ്റാൻഡ് വിത്ത് ഓൾഡർ പീപ്പിൾ ഹു ഹാസ് ദ അനോയിന്റിംഗ്. നിങ്ങൾ വാക്തത്വം പ്രാപിച്ചിട്ട് വെറുതെ വീട്ടിൽ ഇരിക്കരുത്. കോളേജിൽ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും കണ്ടവരോട് നിന്റെ വാക്തത്വത്തെക്കുറിച്ച് വിളിച്ചു പറയരുത്. കീപ് ഇറ്റ് ഹൈഡഡ് ഇൻ യുവർ പ്രസൻസ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ വാക്തത്വം മുറുകെ പിടിച്ചിട്ട് വാക്തത്വ നിവർത്തിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ച അമ്മമാരുടെ അടുക്ക ചെന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി എനിക്കൊരു വെളിപ്പാട് തന്നു, ഈ സഭയെക്കുറിച്ച് ഒരു വെളിപ്പാട് തന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വെളിപ്പാട് തന്നു. ആൻറ്റി, ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാ മേരി എലിസബത്തിന്റെ അടുക്ക പോയെന്നറിയാമോ? എന്നോട് ദൈവാത്മാവ് സംസാരിച്ചത്, അവൾക്ക് വീട്ടിലിരുന്നാൽ അവൾക്ക് ഒത്തിരി നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും.
അവൾ തീരുമാനമെടുക്കുകയാ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ അവൾ തീരുമാനമെടുക്കുക, ഇല്ല, വചനം പ്രമാണിക്കുന്ന എലിസബത്തിൻ്റെ സക്കരിയാവിൻ്റെയും കൂടെ ഞാനൊന്ന് 3 മാസം പോയി പാർക്കാൻ പോവുകയാ. യോക്കേബേദ് 3 മാസം തലമുറയെ ഒളിപ്പിച്ചു. മേരി 3 മാസം ഒളിച്ചിരുന്നു. അവൾ എവിടെയാന്ന് ആർക്കും അറിയത്തില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് മേരി എന്തിയേ? നാട്ടുകാർ ചോദിക്കും, അമ്മയും അപ്പനും പറയും അറിയത്തില്ല, എലിസബത്തിൻ്റെ കൂടെ പോയേക്കുക. എന്നാൽ മേരി എലിസബത്തും എന്താ ചെയ്യുന്നെന്ന്? മുറി അടച്ചിരുന്ന് അവർ 2 പേരും അവരോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുമിച്ച് പോരാടുകയാണ്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ ഈ ചർച്ചിൻ്റെ യങ് ജനറേഷനോട് പരിശുദ്ധാത്മാവ് പറയുക, ഇവിടെയുള്ള ആൻറ്റിമാരെ നിങ്ങൾ ജനറേഷൻ ഗ്യാപ്പ് പറഞ്ഞ് മാറ്റരുത് കേട്ടോ. ഹല്ലേലൂയ. ജനറേഷൻ ഗ്യാപ്പ് വചനത്തിലില്ല. ആത്മനിയോഗമുള്ളവൻ്റെ കൂടെ കരം കോർത്ത് പിടിച്ച് വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ പോരാടിയാൽ അടുത്തൊരു ജനറേഷൻ എഴുന്നേൽക്കും. എന്തുവായി ഒളിച്ചിരിക്കാന്ന് പറയുന്നത്? ഞാൻ വചനത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ഇവിടെ കണ്ട ഒരു കാര്യം, ഈ എലിസബത്തിൻ്റെ കാര്യം, 5 മാസം ഒളിച്ചു പാർത്തു എന്ന് പറയുന്നതിനകത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഷീ സെക്ലൂഡഡ്. സെക്ലൂഷൻ എന്ന് വെച്ചാൽ സെപ്പറേഷൻ. നിന്റെ മേൽ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടണമെങ്കിൽ ചിലതിനോടൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെന്ന്. വാഗ്ദത്തം കിട്ടിയെന്ന് പറഞ്ഞ് ലോകത്തിന്റെ പുറകെ പോയ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടത്തില്ല. ലോകവും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുന്ന ദൈവവചനം പറയുന്നു. വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, തലമുറയ്ക്ക് വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, കുടുംബത്തിൽ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ചിലതിനോട് സെപ്പറേഷൻ ഇല്ലാത്തത് കൊണ്ട് കാലങ്ങൾ വൈകുകയാ. സാധാ പർപ്പസ് അല്ല പുറത്തു വരേണ്ടത്, നിയോഗമുള്ള അഭിഷക്തന്മാരാ പുറത്തു വരേണ്ടത്. ഈ സഭയോട് പരിശുദ്ധാത്മാ ദൂത് പറയുക, ഇവിടുത്തെ യങ് ജനറേഷനെ അടുത്ത കാലഘട്ടത്തിന് വേണ്ടി ഒരു മോശയായി, ഹല്ലേലൂയ, യേശുവിനെ പോലെ അഭിഷേകമുള്ള ആത്മബലമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ഇവിടുത്തെ അമ്മമാരെ, അപ്പച്ചന്മാരെ, അങ്കിളുമാരെ ഹല്ലേലൂയ ദിവസങ്ങളിൽ ഒന്ന് ഒളിപ്പിച്ച് പാർക്കാമോ? ഞാൻ വീണ്ടും പറയാം, എന്തുവായി സെപ്പറേഷൻ? ഒളിപ്പിച്ച് പാർക്കുക. ഞാൻ നോക്കിയപ്പോൾ യോക്കേബേദും തൻ്റെ തലമുറയെ ഒളിപ്പിച്ചു. ഞാൻ കൂടുതൽ ഇപ്പം മറിയയ്ക്കും ഒളിച്ചു പാർക്കേണ്ട അവസ്ഥ വേണം. കാരണം എന്താ? തുടങ്ങിയതേ ഉള്ളൂ. അവൾ വീട്ടിൽ അവളായിരുന്ന സ്ഥാനത്തായിരുന്നു, ഉറപ്പായിട്ടും അവിടെ ഉള്ളിൽ ഒരു ഡൗട്ട് വന്നേനെ. അയ്യോ, ഞാൻ എസ് എന്ന് എന്തിനാ പറഞ്ഞേ? പക്ഷേ എലിസബത്തിൻ്റെ കൂടെ ഇരിക്കും, എലിസബത്ത് എന്തായിരിക്കും പറയുന്നത്? എലിസബത്ത് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ഓർത്തേ. അതിന് 39 തൊട്ട് 45 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്മച്ചിമാരോട് ചോദിക്കട്ടെ, ഇവിടുത്തെ യങ് ജനറേഷനിലെ ഒരു മേരിയ നിങ്ങളുടെ അടുക്ക വന്നിട്ട് പറയുക, എൻ്റെ അടുക്കൽ ഒരു വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഉള്ളിൽ യേശു ജനിക്കാൻ പോവാ എന്ന് പറഞ്ഞ് നിങ്ങൾ പറയും പോസിറ്റീവായി പറയുമോ? പോസിറ്റീവായി, മോളെ ഒന്നും കൂടെ ഒന്ന്, നീ എന്തിനാ ചാടിക്കേറി? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അമ്മച്ചി ഞാൻ ഇറങ്ങുവാ, എന്തോ പറയും? പറ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കർത്താവ് വിളിച്ചു, ഞാൻ ഇറങ്ങുവാ, എന്തോ പറയും? മോളെ ഒന്നും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട്, ശരിക്കും ദൈവികമാണോ എന്നൊന്ന് ചിന്തിക്കണം. എന്നാൽ പരിശുദ്ധാത്മാ പറയാ, നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇവിടുത്തെ യങ് ജനറേഷനോട് പരിശുദ്ധാത്മാ പറഞ്ഞിട്ട് അവരിറങ്ങിയുണ്ടല്ലോ, എലിസബത്തിനെ പോലെ എൻകറേജ് ചെയ്യണം. ഇന്ന് പല തലമുറകളും നഷ്ടമായി പോകുന്നതിൻ്റെ കാരണം പല അമ്മച്ചിമാരും പല ആൻറ്റിമാരും അവരെ നെഗറ്റിവിറ്റി പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക? നമ്മുടെ നാവിന് ഭയങ്കര പവറാ. എലിസബത്ത് ഒന്ന് കയറി, എലിസബത്ത് പറയും, മോളെ ഞാൻ ഈ പ്രായമായിട്ട് ആണെന്ന് പറയാം, പക്ഷെ എനിക്കൊരു ഭർത്താവുണ്ട്, നീ കല്യാണം പോലും കഴിച്ചിട്ടില്ല, നീ എന്തിനാ ഈ പൊട്ടത്തറ ഏറ്റെടുത്തേ? അങ്ങനെയാണോ പറഞ്ഞേ വന്ന ഉടനെ? അടുത്തൊരു കാര്യം ഞാൻ ചിന്തിച്ചു, എലിസബത്ത് എങ്ങനെ അറിഞ്ഞു മേരി പ്രഗ്നൻ്റ് ആണെന്ന്? എങ്ങനെ അറിഞ്ഞു? ഗബ്രിയേൽ എലിസബത്തിന്റെ അടുക്ക വന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാൽ ഒളിച്ചു പാർത്ത സമയമുണ്ടല്ലോ, 5 മാസം എലിസബത്ത് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി അവൾ ഒളിച്ചു പാർത്തപ്പോൾ അവളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്നൊരു വെളിപ്പാടുണ്ട്. നിന്റെ ചാർച്ചക്കാരിയായ മേരിയിലും ഹല്ലേലൂയ ഒരു ജനനം നടന്നേക്കുകയാ. ഇനി അല്പ ദിവസങ്ങൾ കൂടെ കഴിയുമ്പോൾ അവൾ നിന്റെ അടുക്കൽ വരും. അത് വലിയൊരു പർപ്പസിന് വേണ്ടിയാ. അതാണ് നമ്മൾ കാണുന്നത്. മേരി വന്ന് എലിസബത്തിനെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ, എലിസബത്ത് ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ടു. നമ്മളിൽ എത്ര പേരുടെ പ്രൈസ് ലോഡ് കേട്ടിട്ട് മറ്റുള്ളവർ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്? നമ്മുടെ പ്രൈസ് ലോഡ് എങ്ങനെയാ?
ആത്മപൂർണതയിലാണോ അതോ എന്താ പറയുന്നത് ഫോർമൽ പ്രൈസ് ദി ലോർഡാണ്? പ്രൈസ് ദി ലോർഡ്. ഫോണിൽ കൂടെ സ്തോത്രം പറഞ്ഞാൽ അപ്പുറം ഇരിക്കുന്ന ഒരു അഭിഷേകം പ്രാപിക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് അഭിഷേകത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷേ എന്നെ എൻ്റെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസമില്ലാതെ മക്കളെ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. മേരി എലിസബത്തിൻ്റെയും കണ്ടുമുട്ടലിൽ മേരി വന്ദിച്ചപ്പോൾ തന്നെ അകത്തുള്ള പിള്ള തുള്ളാൻ തുടങ്ങി. അകത്തുള്ള വാക്തത്വത്തിന് മനസ്സിലായി, ഇവിടെ ഇപ്പം കേട്ട വന്ദനം സാധാ ഒരു പെങ്കൊച്ചിൻ്റെ അല്ല, അകത്ത് ആത്മാവിൻ്റെ പൂർണ്ണതയുള്ള, അകത്ത് അഭിഷേകമുള്ള, അകത്ത് പരിശുദ്ധാത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരാളുടെ പ്രൈസ് ദി ലോർഡ് ആയിരുന്നത്. 2 വാക്തത്വങ്ങളെ പ്രാപിച്ച 2 പേരങ്ങോട്ട് ഒരുമിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്തോ സംഭവിച്ചത്? ആ അറ്റ്മോസ്ഫിയർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. ആ അറ്റ്മോസ്ഫിയറിനകത്ത് താമസിക്കാൻ തീരുമാനമെടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് 56-ാം വാക്യത്തിൽ മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തു. അപ്പോൾ എലിസബത്ത് സെപ്പറേറ്റ് ചെയ്തു വാക്തത്വം കിട്ടിയപ്പോൾ. 2 മേരി ഒളിച്ചു പാർത്തു. യോക്കേബേദും തൻ്റെ തലമുറയെ ഒളിപ്പിച്ചു. 3 മാതാക്കളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു. മേരി ജസ്റ്റ് റിസീവ്ഡ് ഹെർ പർപ്പസ്. എലിസബത്ത് 6 മാസമായി. യോക്കേബേദ് തൻ്റെ വാക്തത്വം പുറത്തു വന്നു. എന്നാൽ ഈ 3 ഘട്ടത്തിലും അവർ ഒളിച്ചു. അതിൻ്റെ അർത്ഥം വാക്തത്വം കിട്ടിയപ്പോൾ ഒളിച്ചതുപോലെ വാക്തത്വം വളരുമ്പോഴും ഒളിക്കണം. വാക്തത്വം വളരുമ്പോൾ ഒളിക്കുന്നത് പോലെ വാക്തത്വത്തെ കണ്ടു കഴിഞ്ഞ് ഒളിച്ചു പാർക്കണം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും മുറിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കണം, പുറത്ത് വരയരുതെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. അതിനെ ആത്മ കണ്ണുകൾ കൊണ്ട് കാണണം. ആ വാക്തത്വ നിവൃത്തിയുടെ പൂർത്തീകരണം കാണുന്നിടം വരെ, ആ തലമുറയിലും അഭിഷേകം വരുന്നിടം വരെ ഹല്ലേലൂയ ഒരു സെപ്പറേഷൻ ആവശ്യമാ. നിങ്ങൾ നോക്കിയാൽ വചനത്തിൽ നിന്ന് മനസ്സിലാകും, വാക്തത്വമുള്ള തലമുറ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച തലമുറ വന്നിടത്തെല്ലാം മാതാക്കൾക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. ശിംശോൻ പുറത്തു വന്നപ്പോൾ ഹല്ലേലൂയ വരുന്നതിന് മുമ്പേ ഹല്ലേലൂയ അവൻ്റെ അമ്മയോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, വീഞ്ഞോ മദ്യമോ കഴിക്കരുത്. എന്തുകൊണ്ടാ? അകത്ത് അഭിഷേകമുള്ളവരാ. ദൈവാത്മാവ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ സെപ്പറേഷൻ എന്നുള്ള വാക്ക് ശരിക്കും നോക്കിയാൽ വിൽഡർനെസ് എന്നതിൻ്റെ അർത്ഥം ആണോ? ഇന്ന് നമ്മൾ പറഞ്ഞ വാക്കു തന്നെ, മോശെ വിൽഡർനെസ്സിലോട്ട് കൊണ്ടുപോയി. മാതാക്കളെ, നിങ്ങളുടെ ഈ സീസൺ വിൽഡർനെസ്സിൻ്റെ സീസണാണോ? ആരുമില്ല. എലിസബത്ത് ഒറ്റയ്ക്ക് 5 മാസം ഒളിച്ച് പാർത്തപ്പോൾ ഞാൻ ഓർത്ത് പ്രായമായ അമ്മച്ചിയാ, കൂടെ ഗർഭിണിയും കൂടെ ആയ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കി. ആരുമില്ല ഭക്ഷണം ഉണ്ടാക്കി തരാൻ. മിണ്ടാതിരിക്കുന്ന ഒരു ഹസ്ബൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഓർത്ത് എന്തിനാ ദൈവം സെക്കരിയാവിനെ മിണ്ടാതാക്കിയെന്ന്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുക, സെക്കരിയാവിന് മിണ്ടാനുള്ള കഴിവും കൊണ്ടാണ് പുറത്ത് വന്നിരുന്നെങ്കിൽ 5 മാസം ഒളിച്ചു വാർത്തപ്പോഴേ ഭർത്താവുമായിട്ട് സംസാരിച്ചുകൊണ്ട് സമയം സ്പെൻഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഭർത്താവ് സംസാരിക്കാനില്ല, പിന്നെ ആരോടെ സംസാരിക്കാനുള്ളൂ? പറ. ചില സീസണിലേ ഭർത്താക്കന്മാരുമായിട്ട് മിണ്ടാതാക്കുന്നൊരു സമയമുണ്ടല്ലോ. ചിലരെ ഉണ്ട് ഭർത്താക്കന്മാരെയൊക്കെ ജോലിക്ക് വേറെ സ്റ്റേറ്റിലോട്ട് ദൈവാത്മാവ് വിടും. എന്തിനാണെന്നറിയോ? ഒളിപ്പിച്ച് പാർക്കാൻ. പറയുന്നത് എന്തിനാന്ന് മനസ്സിലായി? വഴക്ക് പിടിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ വഴക്ക് പിടിക്കാനല്ല പറഞ്ഞത്. ചില ആൻറ്റിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങളിൽ ഹസ്ബൻഡ് അവർ നല്ല സ്നേഹത്തിലായിരിക്കും, പക്ഷെ ചില സമയത്ത് എന്നോട് പറയും, അക്സ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ഇതാ, ഹസ്ബൻഡുമായിട്ട് സമയം പോലും ചില സമയത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഞാൻ പറഞ്ഞു, ആൻറ്റി ഒളിച്ചു പാർക്കേണ്ട സമയം, ഏതോ പർപ്പസ് പുറത്തു വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുക, ചില പർപ്പസസ് നിങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറയുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിച്ച് പാർക്കണം. യോക്കേബേദ് തൻ്റെ തലമുറയെ ഒളിപ്പിച്ചു. മേരി തൻ്റെ തലമുറയെ ഒളിപ്പിച്ചു. തുടക്കമാ, ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഞാൻ അത് കഴിഞ്ഞ് ഇവരുടെ തലമുറകളെ ഒന്ന് പഠിച്ചു. ആരൊക്കെയാ തലമുറകൾ? പറഞ്ഞോ, 3 മക്കളെ പറഞ്ഞോ. ആരൊക്കെയാ? യേശു, യോഹന്നാൻ, മോശ. എന്താണ് അവരുടെ പർപ്പസസ്? ഒരാളാരാ? സേവിയർ. ഒരാളാരാ? ദ വോയിസ് ഫോർ ദ ലോർഡ്, ദൈവത്തിൻ്റെ ശബ്ദം, മെസ്സഞ്ചർ. അടുത്തത് ഗ്രേറ്റ് ലീഡർ. ഇനി ഇവർ സെപ്പറേറ്റഡ് ആയോ എന്നാ നോക്കണ്ടേ? മോശ സെപ്പറേറ്റ് ചെയ്തോ ദൈവം? ഇപ്പം നമ്മൾ കേട്ട വചനം, മോശ എവിടുന്നാ സെപ്പറേറ്റ് ചെയ്തേ?
അതായത് അമ്മമാർ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ മക്കൾ സെപ്പറേറ്റഡ് ആകുമെന്ന്. ഇത് അമ്മമാർ സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ട് മക്കളും ഇപ്പോൾ ലോകത്തില്ല. ദൈവാത്മാവ് എന്നോട് തന്ന ദൂതി ഞാൻ മറച്ചു വെക്കാതെ പറയും. മാതാക്കളെ, നിങ്ങൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ തലമുറ കണ്ടാൽ അവരും ചെറിയ പ്രായത്തിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം. ഇപ്പം എൻ്റെ മമ്മി നാട്ടിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞാൻ കണ്ടു വളർന്ന എൻ്റെ അമ്മ, ഞാൻ ജനിച്ച സമയം തൊട്ട് ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റിയിരുന്ന് ഉപവസിക്കുന്ന മമ്മിയാണ്. ഒരു കാര്യത്തിന് വേണ്ടി ആ ഉപവാസം കോംപ്രമൈസ് ചെയ്തിട്ടില്ല എൻ്റെ മമ്മി. ഒരു കല്യാണം വന്നാൽ പോകത്തില്ല. മമ്മി പറയും, നോ, ഇന്നെൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന ദിവസമാണ്, ഇന്നെൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്ന ദിവസമാണ്. ഞാൻ ഓർത്ത് നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി ഉപവാസം നിർത്തുന്നു. മമ്മി പറഞ്ഞില്ല, വിവാഹം കണ്ടിട്ടേ ഉള്ളൂ. വിവാഹം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മമ്മി ഉപവാസം നിർത്തുന്നു. മമ്മി പറയും, ഇല്ല, ദൈവം എനിക്ക് 2 കൊച്ചുമക്കളെ തന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയും കൂടെ ഉപവസിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്നോട് പറയാം, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നത്. എൻ്റെ അമ്മയുടെ കണ്ണടയുന്നിടം വരെ ഉപവാസമുണ്ട്. അതാ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനും പഠിച്ചത് ഉപവാസം പ്രാർത്ഥന എൻ്റെ മമ്മിയിൽ നിന്നാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാതാക്കളെ, നിങ്ങളുടെ കോളിംഗ് എന്താ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറയും, എന്നോട് ഒരു പർപ്പസും പറഞ്ഞിട്ടില്ല. ഇല്ല, അടുത്ത ജനറേഷൻ നിന്റെ ഉദരത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം your purpose is to raise a generation for God. ലോകത്തെ സ്നേഹിക്കാതെ ലോകത്തോട് സെപ്പറേറ്റഡ് ആയി വളർത്താൻ ഒരു തലമുറയാണ് നിങ്ങളുടെ കയ്യിൽ തന്നേക്കുന്നത്. അതിനെന്ത് ചെയ്യണമെന്ന് പറയാം, നമ്മളാദ്യം സെപ്പറേറ്റഡ് ആവണം. ഗർഭിണികളായവർക്കറിയാം, ആദ്യത്തെ 3 മാസം മോർണിംഗ് സിക്നസ്സും പ്രശ്നമാണ്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയുള്ള സമയമാണ് അല്ലേ? ഭർത്താവിൻ്റെ സ്നേഹം, അമ്മയുടെ സ്നേഹമൊക്കെ വേണ്ട സമയമാണ്. എന്നാൽ മേരി പറഞ്ഞു, അപ്പൻ്റെ അമ്മയുടെ സ്നേഹമല്ല എനിക്ക് വേണ്ടേ, എനിക്കൊരു അഭിഷക്തയുടെ കൂടെ താമസിക്കണം. 3 മാസം കഴിയുന്നിടം വരെ എനിക്ക് പോസിറ്റീവ് ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ എൻ്റെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, എൻ്റെ കൂടെ ആത്മാവിൽ ജാഗരിക്കുന്ന, എൻ്റെ വാഗ്ദത്തത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്ന, എൻ്റെ വാഗ്ദത്തത്തെ പുറത്തെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹല്ലേലൂയ ഒരു മാതാവിൻ്റെ കൂടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യാൻ പോവാ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന യോക്കേബേദിൻ്റെ സാക്രിഫൈസ് ഭയങ്കരമാണ്. ഞാൻ അമേരിക്കയിൽ വന്നപ്പോഴാണ്, ഇവിടെയൊക്കെ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടിട്ടുണ്ടോ, ഈ കങ്കാരു മദർക്കെയറൊക്കെ കൊടുക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു ബാഗിനകത്തിട്ട് ഇങ്ങനെ കെട്ടി എപ്പോഴും നടക്കുന്നത്. എനിക്കും കിട്ടി എൻ്റെ കുഞ്ഞുണ്ടായപ്പോൾ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, വിച്ച് ഇറ്റ്സ് ഹാർഡ്. പക്ഷെ ഒരു ദിവസം ഞാൻ ഈ വചനം യോക്കേബേദിനെ കുറിച്ച് പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞേ, ദ മദർ ഹു യൂസ് ദാറ്റ് ഇൻ ദ ബൈബിൾ വാസ് യോക്കേബേദ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അല്ലെ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് യോക്കേബേദിൻ്റെ കൂടെ ഒന്ന് ആ കാലഘട്ടത്തിലോട്ടൊന്ന് പൊക്കെ. തൊട്ടപ്പറേ പടയാളികൾ വന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ശബ്ദം, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ മാതാക്കൾ കരയുന്ന യോക്കേബേദ് കേട്ടോണ്ടിരിക്കുക. എല്ലാവർക്കും അറിയാം യോക്കേബേദ് ഗർഭിണിയായിരുന്നു. കൊച്ചു പുറത്ത് വന്നെന്നും അറിയാം. അപ്പോൾ ഉറപ്പായിട്ടും പടയാളികൾ ഇവളുടെ വീട്ടിൽ വന്നിട്ടില്ലേ? എപ്പോഴും വരത്തില്ല. അത് ഒരു വട്ടം വന്ന് പോയോ? നോ. എവിടെയും കുഞ്ഞുങ്ങളുടെ ശബ്ദം ഉണ്ടോ എന്നറിയാൻ പടയാളികൾ രാവും പകലും ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി കറങ്ങി നടക്കുമ്പോൾ യോക്കേബേദിന് മനസ്സിലായി, കുഞ്ഞിനെ താഴെ കിടത്താൻ പറ്റത്തില്ല, നെഞ്ചോട് ചേർത്ത് വെക്കാനേ പറ്റത്തുള്ളൂ. ഒരമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞിരുന്നാൽ കഴിവതും കരയത്തില്ല. എടുത്തോണ്ടിരുന്ന കരയത്തില്ല, കൊണ്ട കിടത്തിയാൽ എന്ത് ചെയ്യും? ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂ ബോൺ ബേബി. അവൾ കുക്ക് ചെയ്യുമ്പോൾ കുഞ്ഞു കൂടെയുണ്ട്. മാതാക്കളെ ഒളിപ്പിച്ച് വെക്കുന്ന ഈസി അല്ല കേട്ടോ. യു ഹാവ് ടു സാക്രിഫൈസ് യുവർ സ്ലീപ്പ്. അവർക്ക് ഉറങ്ങാൻ പറ്റുമോ മനസ്സമാധാനത്തോടെ? ഏത് നിമിഷവും പടയാളികൾ കടന്നു വരാം. ഹല്ലേലൂയ. തൻ്റെ തലമുറയെ പിടിച്ചുകൊണ്ട് പോകാം. യോക്കേബേദ് ഒരു തീരുമാനമെടുക്കുക, ഇല്ല, ഹല്ലേലൂയ, എൻ്റെ വാഗ്ദത്ത സന്തതിയെ ഞാൻ ഒരു പിശാചിനും വിട്ടുകൊടുക്കത്തില്ല. ഇവനൊരു വാഗ്ദത്തമുള്ളവനാ, ഇവനൊരു ലീഡർ ആവേണ്ടതാ. എൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതാ. അഹരോനെ പോലെയല്ല, മിരിയാമിനെ പോലെയല്ല, ഇവൻ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവനെ ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ ഉറക്കം ഒരു പ്രശ്നമല്ല, എനിക്ക് എൻ്റെ ഫുഡ് കഴിക്കുന്ന എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് എൻ്റെ വാഗ്ദത്തത്തെ പുറത്തെടുക്കണം. ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറുകയാ. നിങ്ങളുടെ വാഗ്ദത്തത്തെ പുറത്തെടുക്കണമെങ്കിൽ ഹല്ലേലൂയ വാഗ്ദത്തത്തെ ചേർത്ത് പിടിക്കണം. കേട്ട് ബൈബിളിന്റെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല. വാഗ്ദത്തത്തെ ചേർത്ത് പിടിച്ച്, ചിലപ്പം മണിക്കൂറുകളാവാം, ചിലപ്പം മാസങ്ങളാവാം, ചിലപ്പോൾ വർഷങ്ങളാവാം. ഹല്ലേലൂയ ചേർത്ത് പിടിച്ച് അതിനെ താത്തു വെക്കാതെ. മറ്റവരൊക്കെ നോക്കിയപ്പോൾ യോക്കേബേദിനെ കാണാനേ ഇല്ല. പുറത്തിറങ്ങുന്നില്ലെന്ന്. പുറത്തിറങ്ങിയിട്ട് പോകാൻ പറ്റുമോ? വെള്ളം കോരാൻ പോകാൻ പറ്റുമോ? നമുക്കിന്ന് എന്തൊക്കെ സൗകര്യമുണ്ട്. വാഷിംഗ് മെഷീന്, ഫ്രിഡ്ജുണ്ട്. അന്നത്തെ കാലത്ത് അതുവല്ലോ ഉണ്ടോ? വെള്ളം കോരണം, എല്ലാം ചെയ്യണം. എന്നാൽ
യോക്കേബേദ് തീരുമാനം എടുക്കുന്ന എന്താണെന്നറിയോ? ശരിയാ, ഭക്ഷണം ഉണ്ടാക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനുവേണ്ടി എൻ്റെ തലമുറയെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ദൈവമക്കളെ, ഈ മോശയെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്നാൽ മോശയ്ക്ക് വില കൊടുത്തൊരമ്മയുണ്ട്, വില കൊടുത്തൊരമ്മയുണ്ട്. ദൈവാത്മാവിൽ ഞാനൊരു കാര്യം പറയാം. മാതാക്കളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മമാരുടെ പ്രാർത്ഥനയല്ലേ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളെ വാക്തത്വം പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? ഇന്ന് ഈ കാണുന്ന സുഖ സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ അമ്മമാരുടെ കണ്ണുനീരല്ലേ? എന്തുകൊണ്ട് ഈ ജനറേഷന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നില്ല? ഒരു ഞായറാഴ്ചത്തെ ആരാധന കൊണ്ട് വാക്തത്വ നിവൃത്തി ഉണ്ടാവത്തില്ല. ചിലപ്പോൾ 90 ദിവസം, ചിലപ്പോൾ 1 വർഷം ഉപവാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. എന്നാൽ തീരുമാനമെടുക്കണം, അപ്പാ ഞാൻ ജസ്റ്റ് റിസീവ് ചെയ്തതേ ഉള്ളൂ. I am going to decide to hide in your dwelling place. ഇതാണ് Psalms 91 പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ഹൈഡിങ് ഇൻ ദ മോസ്റ്റ് സീക്രട്ട് ഹൈ പ്ലേസ്. കർത്താവിന്റെ മറവിൽ നിന്റെ വാക്തത്വമായിട്ട് മറഞ്ഞാലുണ്ടല്ലോ, ശത്രു വരത്തില്ലെന്ന്, പകൽ പറക്കുന്ന അസ്ത്രം വരത്തില്ലെന്ന്, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഹല്ലേലൂയ സംഹാരകൻ നിന്റെ അടുക്ക വരത്തില്ലെന്ന്, നിന്റെ തലമുറയുടെ അടുക്ക വരത്തില്ലെന്ന്. എന്തുകൊണ്ട് ഇന്ന് ഈ ജനറേഷനിൽ പ്രശ്നങ്ങൾ വരുന്നു? മോസ്റ്റ് ഹൈ ഡ്വെല്ലിംഗ് പ്ലേസിൽ ഹൈഡ് ചെയ്യുന്നില്ല. ഇനി 3 തലമുറകളെയും കൂടെ പരിചയപ്പെടുത്തി ഞാൻ നിർത്താം. നമുക്ക് ആദ്യം മേരിയുടെ മകൻ യേശുവിനെ എടുക്കാം. യേശു ഹൈഡ് ചെയ്തോ? ഹൈഡ് ചെയ്തു. ഹി ഹൈഡഡ്. എവിടെയാ? 2-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു 30 വയസ്സ് വരെ. ഹിസ് വെയിറ്റിംഗ് വാസ് ലിറ്റിൽ ലോങ്ങർ, റൈറ്റ്? യേശുവും സെപ്പറേറ്റഡ് ആയി. അതായത് പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് 30 വർഷം അപ്പനും അമ്മയ്ക്കും കീഴടങ്ങി യേശു ഒരു സെപ്പറേറ്റഡ് ലൈഫ് നയിച്ചു. ഇനിയും യോഹന്നാൻ സ്നാപകൻ ചെയ്തോ? എവിടെയാ? എങ്ങനെ എഴുതിയേക്കുന്നത്? 1:80 ഇങ്ങനെ പറയുന്നു, പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നു. അമ്മമാര് സെപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ, അമ്മമാര് ഹൈഡ് ചെയ്ത് തൻ്റെ വാക്തത്വ നിവർത്തിക്ക് വേണ്ടി വന്നപ്പോൾ, ലോകത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയപ്പോൾ തലമുറയും ആ വഴി സ്വീകരിച്ചു. തലമുറ എന്താ ചെയ്ത്? അവരും തങ്ങളുടെ വാക്തത്വത്തെ മുറുകെ പിടിച്ചു. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ, യങ് പീപ്പിൾ, യു ആർ നോട്ട് ലൈക്ക് അതർ പീപ്പിൾ. നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ ഡിഫറെൻ്റാ. അതിൻ്റെ പ്രത്യേകത എന്നാ? അവരുടെ സംസാരത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ നടപ്പിൽ വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത ശൈലിയിൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഹല്ലേലൂയ യേശു 30 വയസ്സ് വരെ അപ്പനോടും അമ്മയോടും കൂടി നസ്രയത്തിൽ പാർത്തു. നസ്രയത്തിന് പുറത്ത് വന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആകെ പോയത് യെരൂശലേമിൽ 12-ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുതി 12-ാമത്തെ വയസ്സിന് ശേഷം ഹല്ലേലൂയ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കീഴടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ യോഹന്നാൻ സ്നാപകനെ കാണുന്നു. യോഹന്നാൻ സ്നാപകനെ ദൈവം ഹല്ലേലൂയ മരുഭൂമിയിൽ അയച്ചു. എന്തുവാ മരുഭൂമി ചെയ്തുകൊണ്ടിരുന്നത്? എന്തുവാ മരുഭൂമി സംസാരിച്ചത്? അവിടെ എഴുതിയിരിക്കുന്ന, മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ശബ്ദം യോഹന്നാൻ കേട്ടു. നിങ്ങളുടെ തലമുറകൾ ഇപ്പോൾ വിൽഡർനെസ്സിലാണ്. ദൈവാത്മാ ചില മാതാക്കളോട് പറയുക, ഇന്ന് നിങ്ങളുടെ തലമുറകളെ നോക്കുമ്പോൾ ഡെസേർട്ടിൻ്റെ അവസ്ഥയാണ്. എന്നാൽ ഈ ഡെസേർട്ടിൻ്റെ അവസ്ഥയിലാണ് ദൈവശബ്ദം അവർ കേൾക്കാൻ പോകുന്നത്. അതിനെന്താ നിങ്ങൾക്ക് സന്തോഷമില്ലാത്ത? അത് ഞാൻ പറഞ്ഞപ്പോൾ അമ്മമാർക്ക് ഇഷ്ടമല്ല മക്കൾ കഷ്ടതയിൽ കൂടെ പോകുന്നത്. അമ്മമാർക്ക് ഇഷ്ടമല്ല മക്കൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ ദൈവാത്മാവ് പറയുക, ചില ബിൽഡർനെസ് നിങ്ങളുടെ തലമുറകളിൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന എന്താണെന്നറിയാവോ? ഒരു ബിൽഡർനെസ്, മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? പച്ചപ്പില്ല, കാണുന്നത് മൊത്തം മണല. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ സമമായ പ്രശ്നത്തിൽ നിങ്ങളുടെ തലമുറയായിരിക്കുന്നെങ്കിൽ പറയുക, ദൈവ ശബ്ദം അവർ കേൾക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയാ. വിൽഡർനെസ്സിൽ ദൈവത്തിൻ്റെ ആലോചനകൾ കൈമാറപ്പെടും. വിൽഡർനെസ്സിലാ ദൈവത്തിൻ്റെ പദ്ധതികളെ കൈമാറുന്നത്. ഹല്ലേലൂയ. മോശയെക്കുറിച്ച് നമ്മൾ കേട്ടതും അത് തന്നെയാ. മോശയും ദൈവം സെപ്പറേറ്റ് ചെയ്തു. ഈജിപ്തിൽ നിന്ന് നേരെ വിട്ടത് വിൽഡർനെസ്സിലോട്ടാ. ഈ 3 മാതാക്കളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എന്തിനാണെന്നറിയാമോ? ഈ 3 മാതാക്കളുടെ ഏജ് ഡിഫറൻസ് ആയിരുന്നു. സോ യങ് പീപ്പിൾ കനോട്ട് സേ ദിസ് ഇസ് ഓൺലി ഫോർ ഓൾഡ് പീപ്പിൾ. അമ്മച്ചിമാർക്ക് പറയാൻ പറ്റത്തില്ല, ഓ എനിക്ക് പ്രായം, എനിക്ക് ഇനി എന്തോ പർപ്പസ് ഉണ്ടെന്നേ. ചിലപ്പോൾ 90-ാം വയസ്സിലായിരിക്കും പർപ്പസ് വരുന്നത്. ബട്ട് ക്വസ്റ്റ്യൻ ഇതാ, റിസീവ് ചെയ്യാവോ? എലിസബത്ത് റിസീവ് ചെയ്ത പോലെ. ഓ എന്നെ കൊണ്ട്
80 വയസ്സായി, ഇനി മക്കളെല്ലാം നിങ്ങളൊക്കെ അങ്ങ് ചെയ്യ്. എന്നോട് പ്രാർത്ഥിക്കാനൊന്നും പറയില്ലേ, കഴിവുള്ളവരൊക്കെ പ്രാർത്ഥിക്ക്. ഞാൻ വചനമൊന്നും വായിക്കുന്നില്ല, കണ്ണൊന്നും കാണത്തില്ല, നിങ്ങളങ്ങ് ചെയ്യ്. അമ്മച്ചി ഉണരണം. Still you have purpose. That's why you are alive today. പർപ്പസ് കഴിഞ്ഞിരുന്ന കർത്താവ് കൊണ്ടുപോയേനെ. പർപ്പസ് തീരാത്തത് കൊണ്ടാണ് ഇന്നും ഇരിക്കുന്നത്. പർപ്പസ് തീരാത്തത് കൊണ്ടാണ് ഇന്നും ഇരിക്കുന്നത്. പർപ്പസിന്റെ എന്തോ അറിയേണ്ടത് പർപ്പസിൽ നിങ്ങളുടെ ഒരുക്കം. സ്റ്റെപ്പ് നമ്പർ 1, ഗെറ്റ് സെപ്പറേറ്റഡ്. ഇത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതല. Get separated. 2024 എത്ര മാതാക്കൾക്ക് പറയാൻ കഴിയും, I am going to be separated. ഞാൻ the most high dwelling പ്ലേസിൽ ഹൈഡ് ചെയ്യാൻ പോവാ. എൻ്റെ പ്രാർത്ഥനാ മുറി ഞാൻ ഹൈഡ് ചെയ്യാൻ പോവാ. ദൈവമക്കളെ, ഈ ഹൈഡിങ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. എന്തുവാ? ആത്മമണ്ഡലത്തിലേക്ക് കയറുക. നമുക്ക് എങ്ങനെയൊക്കെ ഹൈഡ് ചെയ്യാം ശത്രുവിൽ നിന്ന്? The first thing, by the blood of Jesus. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ തലമുറയെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ കുടുംബത്തെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ തലമുറയുടെ ഭാവിയെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഞാൻ മുദ്രയിടുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് എൻ്റെ ഉദരത്തെ മുദ്രയിടുന്നു. ഇവിടെ ഇരിക്കുന്ന യങ് പീപ്പിളിനോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഉദരത്തിൽ തലമുറകളെ ദൈവം തരുന്നതിന് മുമ്പേ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ തലമുറ, if I am giving a birth to a child, give me some anointed child. അതിനെന്ത് ചെയ്യണമെന്നറിയോ? അഭിഷേകമുള്ള ആൻറ്റിമാരുടെ കൂടി ഇരിക്കണം. നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് അഭിഷേകമുള്ള ആൻറ്റിമാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻറ്റി, ഐ റിയലി വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് മീ. എനിക്ക് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻറ്റിയുടെ കൂടെ എനിക്ക് 1 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ആൻറ്റിമാരെ, നിങ്ങളുടെ റെസ്പോൺസ് എന്താ? ഞാൻ ഓർത്തു 80 വയസ്സുള്ള എലിസബത്തിൻ്റെ അടുക്ക മേരി വന്ന് പറയാ, വരുവാ 3 മാസത്തേക്കിന് താമസിക്കാൻ. 1 ദിവസം അല്ലേ, 3 മാസം. അമ്മച്ചി പറയും, മോളെ അപ്പച്ചന് ഫുഡ് ഉണ്ടാക്കണം, ഷുഗറും പ്രഷറും ഉള്ള അപ്പച്ചന് ഫുഡ് ഉണ്ടാക്കണം. ഇപ്പം ഞാനും ഗർഭിണിയാ, എനിക്കും ഉണ്ടാക്കണം. 3 മാസം തിരിച്ചു പോകാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? നോ. അവരതൊന്നുമല്ല സ്ഥാനം കൊടുത്തത്. നമ്മൾ ഇന്ന് സ്ഥാനം കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ ജോലിക്ക്. നമ്മൾ മാറ്റിവെക്കുന്ന ദൈവത്തിൻ്റെ പർപ്പസാണ്. മാതാക്കളെ, നിങ്ങളുടെ തലമുറകൾ നിത്യതയിലെത്തിയില്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ഡേയിൽ ദൈവം കണക്ക് ചോദിക്കുമ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജോലിയുടെ മഹത്വവും ജോലി ചെയ്ത് ഇൻഷുറൻസ് അടച്ചതും ഹല്ലേലൂയ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ കർത്താവ് ചോദിക്കും, വൈ ഡോണ്ട് യു സ്പെൻഡ് ടൈം വിത്ത് മീ? പലർക്കും അതിൻ്റെ സീരിയസ്നെസ് അറിയത്തില്ല. നമ്മുടെ തലമുറ നിത്യതയിലില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. തലമുറ നിത്യതയിലില്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്ലീസ് ഗെറ്റ് അപ്പ്, റൈസ് അപ്പ്. ഞാനിത് പറയുന്നത് എൻ്റെ ജീവിതത്തിലും അതുപോലുള്ള വേദനകൾ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വേദനയിലാ ദൈവത്തിന് എൻ്റെ മേലുള്ള പർപ്പസ് മനസ്സിലാക്കിയത്. ഇൻ പെയിൻ യു അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഓഫ് ഗാഡ്. എൻ്റെ വേദനയിലാണ് ഞാൻ പർപ്പസ് മനസ്സിലാക്കിയത്. ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറയുക, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ഇവിടെ എത്ര പേരുണ്ട് ഒരു ദിവസം കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ? എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മാവിലുള്ള പ്രാർത്ഥനയുടെ വില അറിയാമെന്ന്. ഞാൻ ഒരു ടെസ്റ്റ് പറയാം, ഒരേ ഒരു ടെസ്റ്റ് മണി, റീസെൻറ്റ് ടെസ്റ്റ് മണി ഇൻ മൈ ലൈഫ്. കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി 2023 6-ാം തീയതി എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ മിറക്കിൾ ചെയ്തു. എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് വിളിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയാം, അച്ഛൻ നമ്മൾ ഒരുമിച്ച് വേലയ്ക്ക് കൊള്ളതാ, പ്രിപ്പയർ ചെയ്യണം, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, അക്സ, യു ഹാവ് എ ലോട്ട് ഓഫ് ടെസ്റ്റ് മണി, ബട്ട് ഐ ഡോണ്ട് ഹാവ് എനി ടെസ്റ്റ് മണി. ഐ ഡോണ്ട് നോ വാട്ട് ടു സേ ടു അതർ പീപ്പിൾ. അപ്പം ഞാൻ പറയും, ഓക്കെ അച്ഛൻ, ഞാൻ പറയും, യു പ്രേ ഫോർ എ ടെസ്റ്റ് മണി. ഇല്ലേ? കർത്താവിൻ്റെ സാക്ഷിയാവണമെങ്കിൽ എന്ത് വേണം? സാക്ഷ്യം വേണം. നമുക്കിപ്പോഴും ഇഷ്ടം ലാസറിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ സാക്ഷ്യം പറയാനാ. ഡു യു ഹാവ് എ ടെസ്റ്റ് മണി? If you want a testimony, God will send you through a test. And when you come out of that test, it turns into a testimony. എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് അത് പറഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബർ 6-ാം തീയതി ഞങ്ങൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതിന് മുമ്പ് ഒരു സംഭവം നടന്നു. എൻ്റെ ഭവനത്തിലേക്ക് ഒരു 20 വയസ്സുള്ളൊരു മോളുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പോൾ പുതിയതായിട്ട് ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു കുടുംബമാണ്. അവിടുത്തെ മോൾക്ക് ഞാനാണ് വചനം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മോൾ ഒരു ദിവസം, ഞാനിപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ വർഷം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. ഡിസംബർ 4-ാം തീയതി ആ മോൾ എൻ്റെ അടുക്ക വന്നു. വീട്ടിൽ താമസിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5-ാം തീയതി ഈവനിങ് ആയപ്പം
മോള് അഭിഷേകത്താന്ന് അറിയപ്പെടാനിടയായി തീർന്നു. അവൾ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് വീടിനകത്തോടെ നടക്കുക. ഞാനും പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷം ഇല്ലെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, അഭിഷേകമുള്ളൊരു തലമുറ അമേരിക്കയിൽ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അഭിഷേകമുള്ളൊരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. യെസ്, അഭിഷേകമുള്ള ചിലത് എഴുന്നേൽക്കുകയാ. ഹല്ലേലൂയ. ഈ മോൾ അഭിഷേകത്താൽ നിറഞ്ഞ് വീടിനകത്തൂടെ നടക്കുക. ഞാനും അഭിഷേകത്തിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. അന്ന് വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഹോം ഹെൽത്ത് നഴ്സിലാണ് ജോലി ചെയ്യുന്നത്. സോ ഹി സൈഡ് എനിക്ക് രാവിലെ ജോലിക്ക് പോകണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഇന്ന് നമുക്ക് നേരത്തെ പ്രാർത്ഥിച്ച് കിടക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. 9 മണിയായപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കയറി. അപ്പം സാധാരണ ആ മോള് തിരിച്ചു പോകണ്ട. മോൾ എന്നോട് പറഞ്ഞു, ഇല്ല ചേച്ചി എനിക്ക് വീട്ടിൽ പോകണ്ട, ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രാർത്ഥിക്കാം. അഭിഷേകം പ്രാപിച്ചവർക്ക് അറിയാം എൻ്റെ സന്തോഷം എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥി പ്രെയർ റൂമിനകത്തോട്ട് കയറി പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മോള് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു, അഭിഷേകം കിട്ടിയതല്ലേ പ്രാർത്ഥിച്ചോ. വെൻ ഷീ പ്രേഡ്, അവൾ എൻ്റെ ഹസ്ബൻഡിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പീറ്റർ ചാച്ച, ഹോളി സ്പിരിറ്റ് ഇസ് ടെല്ലിങ് മീ ടു സേ സംതിങ്. അഭിഷേകം പ്രാപിച്ചതേ ഉള്ളേ കേട്ടോ. ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി. അവൾ ഇങ്ങനെയാ പറഞ്ഞേ, പീറ്റർ ചാച്ച, ഹോളി സ്പിരിറ്റ് ഇസ് ടെല്ലിങ് മീ ഗാഡ് ഈസ് ഗോയിങ് ടു മേക്ക് യു ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ടു ഷെയർ ഹിസ് വേർഡ്, ബട്ട് യു ഹാവ് ടു ലെറ്റ് ഗോ ഓഫ് സംതിങ്. ഇങ്ങനെ അവൾ കാണിച്ചു. എന്തോ വിട്ടുകളയണം. എന്തൊക്കെയാ വിട്ടുകളയേണ്ടത്? എന്താ? അവർ ഓൺ സെൽഫ്. ചിലതൊക്കെ ദൈവത്തിന് വേണ്ടി ഇറങ്ങണമെങ്കിൽ വിട്ടേലേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള തോട്ടൊക്കെ വിടണം. പക്ഷേ ഈ മോള് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കും. ഹി സറണ്ടേർഡ്. കർത്താവെ ഞാൻ വിട്ടുകൊടുക്കുക. പ്രാർത്ഥന കഴിഞ്ഞ് പ്രെയർ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ കിച്ചൻ്റെ അവിടെ നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കയ്യിൽ എന്തോ ഇരുന്നൊരു പെട്ടെന്ന് ഇങ്ങനെ എറിയുന്ന പോലെ കണ്ടു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഫോണാണ്. ഞാൻ ഓർത്ത് കഴിയുമ്പോൾ പുതിയ ഫോണാണല്ലോ, എന്തിനാ എറിയുന്നത്? ഫോൺ പൊട്ടിപ്പോവല്ലോ. ഫോൺ ഇങ്ങനെ എറി വന്നിടത്തോട്ട്. ഞാൻ എന്തോ കാണിക്കുന്ന ഓർത്ത്, ഞാൻ ഓർത്ത് പിള്ളേരുടെ എടുക്കുക. അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് ചില സമയത്ത് ഇങ്ങനെ ഫണ്ണി തിങ്സ് ഒക്കെ കാണിക്കും. ഞാൻ ഓർത്ത് അങ്ങനെ വല്ല ആണെന്ന് ഓർത്തു. എൻ്റെ കുഞ്ഞുങ്ങൾ അടുത്ത് നിൽപ്പുണ്ട്. അച്ഛൻ നേരെ ഈ ഫോൺ എടുത്തു. ഫോൺ ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കുമ്പം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, എടുക്കുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞു പോവുക. പെട്ടെന്ന് മുഖത്തോട്ട് നോക്കിയപ്പോൾ മുഖം ഒരു വശത്തോട്ട് കോടിയിരിക്കുക. ഡ്രൂളിങ് തുടങ്ങി. ഞാൻ കുറച്ച് നാൾ നേഴ്സായിരുന്നുകൊണ്ട് എനിക്കറിയാം ഇറ്റ് ഇസ് എ സ്ട്രോക്ക്, സൈൻ ഓഫ് എ സ്ട്രോക്ക്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഐ എം എ യങ് വുമൻ ഓഫ് 2 little kids. കണ്ണിൻ്റെ മുമ്പിൽ സ്വന്തം ഭർത്താവിന് സ്ട്രോക്ക് വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഇമോഷൻ എന്താ നിങ്ങൾക്ക് ഊഹിക്കാം. പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ആദി. ഞാൻ ചോദിച്ചാൽ ആർ യു ഓക്കെ? അപ്പോൾ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തിരിയുന്നില്ല. സ്ലേർഡ് സ്പീച്ച്. പെട്ടെന്ന് എനിക്ക് വെപ്രാളം കയറി. ഞാൻ ഓടിപ്പോയി പിടിച്ചു, പക്ഷെ എനിക്ക് പിടിച്ചിട്ട് പറ്റുന്നില്ല. ചെരിഞ്ഞ് ഇങ്ങനെ പോവുക, കാല് നിരക്കി നടക്കുക. ഞാൻ പെട്ടെന്ന് കൊണ്ട് ഡൈനിങ് ടേബിളിലെ ചെയറെ കൊണ്ട് ഇരുത്തി. ഈ ചെയറെ ഇരിക്കുമ്പോൾ ഒരു വശത്തോട്ട് ഇങ്ങനെ കോടി പോവുകയാണ്. കോടി പോയി. ഞാൻ അച്ഛനെ ഇങ്ങനെ അടിക്കുന്നുണ്ട്, അച്ഛൻ ആർ യു ഓക്കെ? അച്ഛൻ അപ്പം സംസാരിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും തിരിയുന്നില്ല. പെട്ടെന്ന് ഈ മോൾ ചോദിച്ചു, ചേച്ചി വാട്ട് ഷുഡ് ഐ ഡു? ക്യാൻ ഐ കോൾ 911? ഞാൻ പറഞ്ഞു യെസ്, ദാറ്റ്സ് ഓൾ വി നോ, കോൾ 911. ആ മോള് പെട്ടെന്ന് 911 ഡയൽ ചെയ്യുക. അതേ മക്കളെ, ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഐ ഡോണ്ട് നോ, ബട്ട് തെളിവുകൾ, ടെസ്റ്റ് മണിക്കുള്ള തെളിവും വിറ്റ്നസ്സും ഒക്കെ ഫ്ലോറിഡയിലുണ്ട്, ലേക്ക്ലൻഡിലുണ്ട്. യു ക്യാൻ കം ആൻഡ് ആസ്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിലീവ് ചെയ്യാൻ പറ്റുമോ? വെൻ ഷീ ഡയൽ 911, ദ കോൾ വാസ് നോട്ട് ഗോയിങ്. കോള് പോകുന്നില്ല. ഷീ വാസ് കീപ്പിംഗ് ഓൺ ട്രൈയിങ്. 911 കണക്റ്റ് ആവുന്നില്ല. നൈറ്റ് 10:30 PM, രാത്രി 10:30 മണി. എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് വെപ്രാളം കയറി. എനിക്കറിയാവുന്ന 911 അല്ല, ആദ്യം ഞാൻ വിളിക്കുന്നത് എൻ്റെ മമ്മിയെ കയറി വാട്സപ്പിൽ വിളിച്ചു. കോള് പോകുന്നുണ്ട്, കോൾ ഇങ്ങനെ ബെൽ പോകുന്നുണ്ട്, പക്ഷെ ഡിസ്കണക്റ്റ് ആവുക. 6 times I tried, കോള് ഡിസ്കണക്റ്റ് ആവുക. പെട്ടെന്ന് എനിക്ക് ടെൻഷൻ കയറി. ഞാൻ പെട്ടെന്ന് മമ്മിക്ക് വോയിസ് ഇട്ടു, മമ്മി അച്ഛന് എന്തോ സ്ട്രോക്ക് പോലെ, പ്രാർത്ഥിക്കണം. അപ്പോഴത്തേന് അച്ഛൻ എനിക്കറിയാം വിത്തിൻ 8 or 9 minutes I have to take him to the hospital. എനിക്ക് ടെൻഷൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞു മോൾ 5 വയസ്സുള്ള കൊച്ച് കരയുക. ഡാഡാ വാട്ട് ഈസ് ഹാപ്പനിങ്? ഷീസ് ക്രൈങ്. അതെന്നെ കുറച്ചും കൂടെ നെർവസ് ആക്കി. ഞാൻ ഓർത്ത്, കർത്താവ് ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ ജീവിതം മുഴുവൻ തീരുവാണോ? ഞാൻ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഇനി നിന്നെയും പരിഹാസവും കേൾക്കാനാണോ? ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരിക. പെട്ടെന്ന് ഞാനിങ്ങനെ ചോദിച്ചു, കർത്താവേ ഞാൻ ആരെ ഈ രാത്രി വിളിക്കേണ്ടത്? 911 വിളിക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല, ഈ മോടെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. ഞാനപ്പോൾ ഓർത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ. ഹസ്ബൻഡിൻ്റെ ഫോൺ അപ്പുറം ഇരിക്കുന്നു. എടുത്ത് സ്ക്രീൻ കാണിച്ചപ്പോൾ അകത്ത് എഴുതിയിരിക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. 3 ഫോണിൽ നെറ്റ്വർക്ക് ഇല്ലാതെ വന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദെയർ ഈസ് സംതിങ് ഹാപ്പനിങ്. എന്തോ ഒന്നിവിടെ നടക്കാൻ പോവാ. ഞാൻ അവിടെ ഇരുന്ന് ചോദിച്ചു, കർത്താവേ ഒരു നെറ്റ്വർക്കും വർക്ക് ചെയ്യുന്നില്ല, വാട്ട് ഷുഡ് ഐ ഡു? ഇങ്ങനെ ചോദിച്ചത്. കർത്താവ് ഓട്ടനെ ദൈവമക്കളെ, ഇതാ ഞാൻ പറയുന്നത്, വിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം. പെട്ടെന്ന് ഞാനൊരു ദൈവശബ്ദം എൻ്റെ കാതി കേട്ടു. ഈ വലത്തെ വശത്തേക്ക് ഒരു ദൈവശബ്ദം ഇങ്ങനെ വന്നു, കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു.
ഞാൻ ചോദിച്ച ചോദ്യം ഇതാ, ഞാനിപ്പോൾ ആരെ വിളിക്കും? ആരെനിക്ക് വേണ്ടി കോൾ എടുക്കും? കർത്താവ് പറയും, കോൾ അപ്പോൺ മീ, ഐ വിൽ ആൻസർ യു. എനിക്കപ്പം മനസ്സിലായി, നെറ്റ്വർക്ക് വെറുതെ ബ്ലോക്ക് ആയതല്ല. മൈ ഹസ്ബൻഡ് ആസ്ക്ഡ് ഫോർ എ ടെസ്റ്റിമണി ആൻഡ് ഗോഡ് ഈസ് ഗിവിംഗ് ഹിം എ ടെസ്റ്റിമണി. ടെസ്റ്റ് വന്നു, ഇനി പാസ്സാവണം. എനിക്ക് ഒരു കോളും വർക്ക്. ഈ മോളാണെങ്കിൽ പുറത്തിറങ്ങി വിളിച്ചുകൊണ്ടിരിക്കുക. ഒരു ചേച്ചി എനിക്ക് കോൾ കണക്റ്റാ, മമ്മിയെ വിളിക്കാൻ പറ്റുന്നില്ല, ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നോ മുളക്കാം. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാ, നോ 911, യു പ്രേ ഫോർ മീ. രോഗിക്കും സന്തോഷം, പിന്നെ നമുക്കെന്താ കുഴപ്പം, പ്രാർത്ഥിക്കാം. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവശബ്ദം കേട്ടു, ദൈവം ബലപ്പെടുത്തി സമാധാനം തന്നു. ഞങ്ങൾ 3 പേരും കൂടെ കരം കോർത്ത് പിടിച്ചു. ഞാൻ അച്ഛൻ്റെ വലത്തെ കയ്യെ പിടിച്ചു. ഒരു വശത്ത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുക. ഈ മോളും അടുത്ത് വന്നു. അഭിഷേകം പ്രാപിച്ച മോളും ഞാനും കൂടെ അന്യഭാഷ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എന്തോന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവെ ആംബുലൻസ് വരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ ഹെൽപ്പിന് ആരെങ്കിലും ഇറങ്ങണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൂതൻ ഇറങ്ങണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഐ സ്റ്റാർട്ടഡ് പ്രേയിങ് ഇൻ ടങ്സ്. അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 3-4 മിനിറ്റ് ഞാനും അമ്മോളും കൂടെ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ കണ്ണുകൊണ്ട് കണ്ട ടെസ്റ്റിമണി ഞാൻ ഈ പറയുന്നത്. അല്പസമയം അന്യഭാഷയെ പ്രാർത്ഥിച്ച് ആമേൻ പറഞ്ഞപ്പോൾ ചെരിഞ്ഞിരുന്ന് എൻ്റെ ഹസ്ബൻഡ് നേരെ ഇരുന്നു. കോടിപ്പോയ മുഖം നേരെ വന്നു. ഡ്രൂളിങ് സ്റ്റോപ്പായി. സംസാരിക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് ബെഡ്റൂം വരെ നടന്നു. ദൈവമക്കളെ, അതിലും വലിയ ടെസ്റ്റിമണി. അത് കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിലേക്ക് നെറ്റ്വർക്ക് വന്നു. കോള് വന്നു. ഞാൻ എൻ്റെ ചർച്ചിലുള്ള ഒരു ആൻറ്റിയെ വിളിച്ചു, ചേച്ചി പെട്ടെന്ന് വരണം. ഷീ കെയിം. ഞങ്ങളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിക്കറിയാം ഇത് സ്ട്രോക്കാണ്. ഞാൻ പറഞ്ഞിട്ട് ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ, ആർ യു ഷുവർ? ബിക്കോസ് ഹീ സ്പീക്കിംഗ് വെൽ, സംസാരിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ക്രാക്കേഴ്സ് കഴിക്കുന്നുണ്ട്, എല്ലാം അവർ ചെയ്തു. ദേ ടുക്ക് ഹിം ടു ദ CT സ്കാൻ, നോ പ്രോബ്ലം. അവർ പറയാം ഒരു കുഴപ്പമില്ല. അപ്പോഴും എനിക്കൊരു ഡൗട്ട്, പക്ഷേ സ്ട്രോക്ക് ആണല്ലോ ഞാൻ കണ്ടത്, ഐ ഡോണ്ട് നോ. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ മിറക്കിളാ. ബട്ട് ദേ സെഡ് നോ, വി വാണ്ട് ടു ഡു MRI. നെക്സ്റ്റ് ഡേ MRI ചെയ്തു. MRI ചെയ്തപ്പം ന്യൂറോളജിസ്റ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ വാക്യതാ, യെസ്, യു ഹാഡ് എ മൈനർ സ്ട്രോക്ക് ഓൺ യുവർ റൈറ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിൻ, ബട്ട് വി കനോട്ട് ഫൈൻഡ് ദ ക്ലോട്ട് എനി മോർ ദെയർ. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ, എനിക്ക് സന്തോഷമാണ്. There is no more clot. ആ ക്ലോട്ട് എവിടെ പോയെന്ന് അറിയത്തില്ല. ക്ലോട്ട് ഡിസപ്പിയർ ആയി. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി മെഡിസിൻസ്, യു ക്യാൻ ഗെറ്റ് ഡിസ്ചാർജ്. വെനസ്ഡേ രാത്രി ഹോസ്പിറ്റലിൽ പോയി. തേഴ്സ്ഡേ ഈവനിങ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഹി ഈസ് നോട്ട് അണ്ടർ എനി മെഡിക്കേഷൻസ്. നൗ ഹി ഈസ് ടെസ്റ്റിഫൈയിങ് ടു ഓൾ ഹിസ് പേഷ്യൻസ് വാട്ട് ഗോഡ് ഹാവ് ഡൺ ഇൻ ഹിസ് ലൈഫ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ചില ടെസ്റ്റ് കൂടെ നിന്നെ കടത്തിവിടുന്ന എന്തിനാണെന്നറിയോ? ദൈവ മഹത്വം വെളിപ്പെടേണ്ട ഒരു ടെസ്റ്റ് മണി പുറത്തു വരാനാ. ആകയാൽ ദൈവമക്കളെ, പർപ്പസ് എന്താണെന്നറിയാവോ? ഗോ ആൻഡ് ടെസ്റ്റിഫൈ വാട്ട് ഗോഡ് ഹാവ് ഡൺ ഇൻ യുവർ ലൈഫ്. ദൈവമക്കളെ, നിന്റെ വിൽഡർനെസ്സിനകത്തു നിന്ന് ദൈവത്തിന്റെ പർപ്പസ് ഇന്ന് രാവിലെ പുറത്തു വരിക. അല്പസമയം ഒന്ന് ആത്മാവിൽ ആരാധിക്കാമോ? ഹല്ലേലൂയ. The choir can come in, friend. ഹല്ലേലൂയ. റമാസ്യാൻചാലി അറശഗത്യാന ബബ. ഇവിടെ ഇരുന്ന് ആത്മാവിൽ ഇന്ന് ആരാധിക്കുമ്പോൾ നിന്റെ തലമുറയെ ഒതുക്കി വെച്ചിരിക്കുന്ന ഹല്ലേലൂയ വിൽഡർനെസ്സിന്റെ അനുഭവങ്ങൾ, ഒളിപ്പിച്ചു വെക്കേണ്ട അനുഭവങ്ങൾ ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ഇന്ന് രാവിലെ സമയം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഒളിപ്പിച്ചു വെക്കേണ്ട പർപ്പസിനെ ഹല്ലേലൂയ വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുന്നിടം വരെ, വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുന്നിടം വരെ, തലമുറയിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, ശുശ്രൂഷയിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, അടുത്ത ജനറേഷനിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ തലമുറയുടെ വിൽഡർനെസ്സിൽ വെളിപ്പെടേണ്ട വാഗ്ദത്തങ്ങൾ, ദൈവിക ആലോചനകൾ, ദൈവിക പദ്ധതികൾ ഇന്ന് രാവിലെ സമയം വെളിപ്പെട്ടു വരട്ടെ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ, ആത്മാവിൽ, ആത്മമണ്ഡലത്തിൽ. മടുത്തു പോകരുതേ, മടുത്തു പോകരുത്. ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാ. നിങ്ങൾ ഇവിടെ ഇരുന്ന് അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കാണാത്ത ചില മണ്ഡലങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? എഫേസ്യ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ. ഹല്ലേലൂയ. തലമുറയുടെ മേൽ വാഴുന്ന ചില വാഴ്ചകൾ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടട്ടെ. എല്ലാവരും സമർപ്പിച്ചുകൊണ്ട്, ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട്, അപ്പാ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ മറവിനായി വരിക.
അങ്ങയുടെ സന്നിധിയിൽ മറയാൻ ആഗ്രഹിക്കുക. അത്യുന്നതന്റെ മറവിലേക്ക് ഞാൻ വരിക. എന്നെ ഒന്ന് ഹൈഡ് ചെയ്യണേ അപ്പ. എൻ്റെ തലമുറയെ ഒന്ന് ഹൈഡ് ചെയ്യണേ അപ്പ. എൻ്റെ പർപ്പസിനെ ഒന്ന് ഹൈഡ് ചെയ്യണേ അപ്പ. എന്നെ സഹായിക്കാൻ ആരുമില്ലപ്പാ. ഒന്ന് സമർപ്പിച്ച് പറയാമോ? There is nobody to help me in this wilderness. ഞാൻ ഒറ്റയ്ക്കായി ഈ വാക്തത്വമായിട്ട് നടക്കുന്നേ. ഇന്ന് ആരോടോ പ്രവചന ശബ്ദത്തിൽ ഞാനൊരു ദൂത് പറയുക. നീ ഒറ്റയ്ക്കായി ഈ വാക്തത്വമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഭർത്താവില്ല സഹായിക്കാൻ, മക്കൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഈ ജേർണിയിൽ നീ ഇനി ഒറ്റയ്ക്കല്ല. The Holy Spirit will guide you. വാക്തത്വ നിവൃത്തിക്ക് വേണ്ടി മാതാവ് എഴുന്നേറ്റാലും മതി. സമർപ്പിക്കാം. സമർപ്പിച്ച് പറ, കർത്താവേ ഞാൻ തയ്യാറാ. I am ready God for your purpose. I'm going to be rooted in you. I'm going to hide in your dwelling place. Be my help. Be my help. I want to see the purpose flourishing. Eastern regionile hallelujah. എല്ലാ സഹോദരിമാരോടും പരിശുദ്ധാത്മാ പറയുക, what you have rooted right now, it is going to flourish. Only one thing you have to do, more than planning. നോർമൽ പ്ലാൻ ചെയ്യുന്നതിന് പകരം try to hide in the dwelling place. യങ് ജനറേഷനെ കൂട്ടി hide in the dwelling place. ഒളിപ്പിച്ചു വെക്കണം. ഹല്ലേലൂയ. ഇവിടുത്തെ ജനറേഷനെ, യങ് ജനറേഷനെ അവരുടെ പർപ്പസ് കാണുന്നിടം വരെ നിങ്ങളൊന്ന് ഒളിപ്പിച്ചു വെക്കണം. അടുത്ത ജനറേഷൻ എഴുന്നേക്കും with a greater calling. With a greater calling. Thank you everyone. Thank you so much. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.